നമസ്കാരം. സമകാലികത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല വേഷങ്ങളും ചെയ്തിട്ടുള്ള ഒരു നടനാണ് സലീം കുമാർ. അദ്ദേഹത്തിന് ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്, മറ്റു പല അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കമൻ്റ് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അവിടെ സ്വർഗമുണ്ടും നഗരമുണ്ടും എന്നൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടാ. ഇന്നാളൊരു മൊല്ലാക്ക പറയണ്ടായിരുന്നു, സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിന്റെ പുഴ, ഒന്ന് പാലിന്റെ പുഴ, ഒന്ന് മദ്യത്തിന്റെ. എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുകി വന്നത്. അതൊക്കെ നമ്മൾ ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോഴല്ലേ അതിന്റെ സൗന്ദര്യമുള്ളൂ. അല്ല പുഴയെ കൂടി പാലൊഴുകി വന്നെ. പിന്നെ 18 കിലോമീറ്റർ ഉണ്ടാവും അത്രേ ഒരു റൂം. എന്തിനാണ് നടന്ന് തൂറാനാ? അങ്ങനെ ഇവര് കണ്ടിട്ടില്ല, ഇവരാരും കണ്ടിട്ടില്ല, ഇതെന്താണെന്ന് അറിയില്ല. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ തീർന്നു എന്ന് നമുക്ക് പിന്നെയും ജീവിക്കണം, അതിന് സ്വർഗത്തിൽ പോകണം. അദ്ദേഹം പറയുന്നത് സ്വർഗത്തിൽ പാലിൻ്റെയും അതുപോലെ തന്നെ തേനിൻ്റെയും ഒക്കെ പുഴകളുണ്ട്. അതുപോലെ തന്നെ 18 കിലോമീറ്റർ നീളമുള്ള മുറികളുണ്ട്. ഇതൊക്കെ എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. കുപ്പിയിലൊക്കെ മേടിക്കുമ്പോഴല്ലേ പാല് നല്ലത്. അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഇത് പൊതുവെ എത്തിയിസ്റ്റുകളുടെ ചോദ്യങ്ങളാണ് അതൊക്കെ വരുന്നതും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതും ഒക്കെയാണ് ഇതെല്ലാം. അപ്പം ഏതൊരു സിനിമയിൽ അദ്ദേഹമാണ് എന്നെനിക്ക് തോന്നുന്നു ഈ പുഴ മുഴുവൻ മദ്യവും അതിലെ മീനുകൾ മുഴുവൻ പൊരിച്ച മീനുകളുമായിരുന്നെങ്കിൽ എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് സിനിമയിൽ. നമ്മൾ സിനിമയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും വലിയ സൗകര്യങ്ങളും വലിയ ആർഭാടങ്ങളുമുള്ള പല സംഭവങ്ങളും കാണാറുണ്ട്. വീടുകളാണെങ്കിലും കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീടുകളും ഒക്കെ ഉണ്ട്. പണ്ടത്തെ രാജാക്കന്മാരുടെയൊക്കെ വലിയ വലിയ കൊട്ടാരങ്ങളായിരുന്നു. അപ്പോൾ 10,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വീട് പണിതിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്നൊരു മനുഷ്യൻ ചോദിക്കുകയാണ്, സ്വർഗത്തിൽ എന്തിനാണ് 18 കിലോമീറ്റർ നീളമുള്ള വീട് എന്ന്. 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എന്തിനാണാവോ? ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നടന്ന് വിസർജിക്കാനാണോ? 10,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വലിയ ഒരു കെട്ടിടം ഒരു മനുഷ്യൻ പണിയുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടിയാണത് പണിയുന്നത്. അത് ഈ പറഞ്ഞ കാര്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതെന്തിനു വേണ്ടിയാണ് പണിതത് എന്നോ അല്ലെങ്കിൽ അത്രയും വലിയ വീട് വേണോ എന്നുള്ളൊരു ചോദ്യം മറ്റൊരു കാര്യം. സാധാരണ ഒരു മനുഷ്യൻ ദുനിയാവിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ അല്ലെങ്കിൽ 15,000 25,000 സ്ക്വയർ ഫീറ്റിൻ്റെ വലിപ്പമുള്ള വീടുകൾ വേണം എന്ന് ഇല്ല. ഒരു കുടിലായാലും മതി, അവൻ്റെ താൽക്കാലിക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് അത് മതിയാവും. പക്ഷേ മനുഷ്യൻ ഇന്ന് സ്റ്റാറ്റസിൻ്റെയും അന്തസ്സിൻ്റെയും ഒക്കെ സിമ്പിളായിട്ട് കാണുന്നതാണ് കെട്ടിടങ്ങൾ. ആ കെട്ടിടം എത്ര വലിപ്പമുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് എന്തൊരു വലിപ്പം എന്നൊക്കെ അത്ഭുതം കൂറുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ഒറ്റമുത്തിനാൽ തീർക്കപ്പെട്ട വലിയ കൊട്ടാരങ്ങളുണ്ട് എന്ന് പറയുന്നത് ആർഭാടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അങ്ങേയറ്റം അവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും പാലിൻ്റെയും തേനിൻ്റെയും പുഴകൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നതും അവിടുത്തെ മണ്ണ് കസ്തൂരി കൊണ്ടാണ് എന്ന് പറയുന്നതും. ഇപ്പോൾ സലീം കുമാർ പറഞ്ഞത് എന്ത് വൃത്തികേടായിരിക്കും ആ പുഴകൾ, പാലിൻ്റെ പുഴ ഒഴുകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കഴിയുമ്പോൾ അത് ചെളിയൊക്കെ ആവും എന്നായിരിക്കും അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. എന്തായാലും സ്വർഗത്തിൽ
ഈ പറയപ്പെട്ട വൃത്തികേടുകളൊന്നുമില്ല എന്നാണ് മതം പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൽ അതിൽ തന്നെ അതിൻ്റെ മണ്ണ് കസ്തൂരിയാലുള്ള മണ്ണാണെന്നും അതിലൂടെ ഒഴുകുന്ന പാല് ഒരിക്കലും ചീത്തയാവാത്ത പാലാണെന്നും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ലോകവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങളിതെല്ലാം സംസാരിക്കുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓൾമൈറ്റി എന്ന് പറയുന്നത് സർവ്വതിനും കഴിവുള്ളവൻ എന്നാണ് ദൈവത്തിൻ്റെ മറ്റൊരു പേര്. ഇപ്പം സർവ്വതിനും കഴിവുള്ളവൻ, സർവ്വതിൻ്റെയും സൃഷ്ടാവ് എന്ന നിലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ സൃഷ്ടിക്കണമെന്നും എങ്ങനെ സംവിധാനിക്കണമെന്നും അത് പറഞ്ഞ ആൾക്കറിയാം. അത് അദ്ദേഹം അല്ലെങ്കിൽ അവിടെ നിന്ന് ചെയ്തോളൂ. അപ്പം അതിന് ഇത്ര വൃത്തിയുടെ ഇപ്പം കിട്ടാൻ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ഇസ്ലാമോ അല്ലെങ്കിൽ സ്വർഗമോ നരകമോ, അതുമല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളോ താല്പര്യങ്ങളോ ഇതൊന്നും അല്ല. നിന്റെ പ്രവർത്തികളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിന്റെ പ്രവർത്തികളെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഈശ്വരനുണ്ട് എന്നുള്ള വിഷയം അംഗീകരിക്കാനുള്ള നിന്റെ മനപ്രയാസമാണ്. നമുക്ക് നാളെ ഒരു ജീവിതം കഴിഞ്ഞാൽ, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ കുറേയേറെ സൗഭാഗ്യങ്ങൾ ലഭിക്കും എന്നുള്ളത് പ്രത്യാശാപരമായിട്ടുള്ളൊരു വിഷയമായിട്ടൊക്കെ അവതരിപ്പിക്കുമ്പോൾ പോലും അതിനെ എതിർക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചോദന എന്തിൻ്റെ പേരിലാണെന്നറിയുമോ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അക്കൗണ്ടബിൾ ആണ്. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിന് തക്കതായ പ്രതിഫലനവും നാളെ ആഖിറത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിൽ ഉണ്ടാകും എന്നുള്ള ഭയം, അത് തന്നെയാണ് ഇതിനെ മുഴുവൻ നിരാകരിക്കുന്നതിനുള്ള നിന്റെ ചിന്തയുടെ അടിസ്ഥാനം. യഥാർത്ഥത്തിൽ ഇത് നിരാകരിക്കപ്പെടുകയാണ് എങ്കിൽ നിനക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാം എന്ന് നീ ചിന്തിക്കുന്നു. കാരണം നിന്റെ പ്രവർത്തനങ്ങളും നിന്റെ ചിന്താഗതികളും നിന്റെ മറ്റുള്ളവരുമായിട്ടുള്ള രീതികളും ഒന്നും തന്നെയും ശരിയല്ല. ഇതിനൊക്കെ ഞാൻ മറുപടി പറയേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന ഒരു സമാധാനപരമായിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമുക്കിത് നിരാകരിച്ചേ പറ്റൂ. നമ്മളെ ഏറ്റവും ഞാൻ പറഞ്ഞു നേരത്തെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എങ്കിൽ അവിടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അക്കൗണ്ടബിൾ ആവുന്നുവെങ്കിൽ നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും അവിടെ ബോധിപ്പിക്കേണ്ടി വരുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു വിഷയം തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. സ്വർഗവും ഒക്കെ പോട്ടെ, സ്വർഗമൊക്കെ കിട്ടുന്ന അവസ്ഥയിൽ സന്തോഷിക്കാം. ഇതൊന്നും കിട്ടാത്ത ആളുകളുടെ അവസ്ഥയെ സംബന്ധിച്ച് പറയുന്നത്, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരു ഏറ്റവും ഒന്ന് നരകം തന്നെയാണ്. എന്നിട്ട് ഇതൊന്നും ഇല്ല എന്നങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ വിസിബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന നമ്മൾ കാണുന്ന പ്രപഞ്ചം എത്രയുണ്ട് എന്ന് നമുക്കറിയുമോ? കോടിക്കണക്കിന് ഗാലക്സികൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, സൂര്യനേക്കാൾ 10,000 കോടി ലക്ഷം മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ അടങ്ങിയ ഗാലക്സികൾ. ആ ഗാലക്സികൾ പോലെ തന്നെ മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ വിവിധ തരത്തിലുള്ള യൂണിവേഴ്സുകൾ. അങ്ങനെ കോടാനുകോടി സാധനങ്ങൾ അടങ്ങിയ ഇതിൽ 18 കിലോമീറ്റർ നീളമുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കാനാണോ പാട്? രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ സൂര്യരശ്മി മുഖത്തേക്കടിക്കുമ്പോൾ ആ സൂര്യൻ എത്ര കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നതെന്നും അതിൽ നിന്ന് വരുന്ന സൂര്യപ്രഭയാണ് നമ്മുടെ മുഖത്തടിക്കുന്നതെന്നും ആ സൂര്യൻ കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഒന്നു മാത്രമാണെന്നും ആ ഒരു സൂര്യനിൽ മാത്രം 3 ലക്ഷത്തോളം ഭൂമി കൊള്ളുമെന്നും നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ. എന്നിട്ടും ഇത്രയും അറിവ് നമുക്കുണ്ടായിട്ടും നമ്മൾ നിരാകരിക്കുന്നു. 18 മൈൽ നീളമുള്ള കെട്ടിടമോ എന്ന്.
നമ്മൾ ബോംബെയിൽ ചെന്നാൽ അംബാനിയുടെ വീട് കാണാം. അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി, എന്ത് പോട്ടെ, അംബാനിയുടെ വീടുണ്ട്. ആ അംബാനിയുടെ വീട് എത്ര നിലയാണെന്ന്. അപ്പോൾ സലീം കുമാർ പറഞ്ഞതനുസരിച്ച് അംബാനിക്ക് എന്താ നടന്ന് വിസർജിക്കാനാണത്? അത് അയാളുടെ സ്റ്റാറ്റസിൻ്റെ സിമ്പിളായിട്ട് അയാൾ വലുതായിട്ട് കിട്ടപ്പെടുത്തിരിക്കുന്നതാണ്. സ്വർഗം നമ്മൾ സാധാരണ പറയാറുണ്ട്, ഏറ്റവും അവസാനം സ്വർഗത്തിൽ കയറുന്ന വ്യക്തിക്ക് അള്ളാഹു കൊടുക്കുന്നത് ഈ ദുനിയാവും ദുനിയാവിൻ്റെ 10 ഇരട്ടിയുമുള്ള സ്വർഗമാണെന്നാണ്. ആ വലിപ്പമൊക്കെ ആപേക്ഷികമായിട്ട് എത്രയോ ചെറുതാണ്. ആലോചിച്ച് നോക്കി, ദുനിയാവും ദുനിയാവിൻ്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെയും കോടിക്കണക്കിന് 3 ലക്ഷം ഭൂമി മാത്രം കൊള്ളും, സൂര്യനിൽ മാത്രം. ആ സൂര്യൻ തന്നെ ഗാലക്സികളിൽ ചെറിയ നക്ഷത്രങ്ങളിൽ ഒരെണ്ണം മാത്രമാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇതൊന്നുമില്ല, എത്രയോ തുച്ഛമായ അറിവാണ് നമ്മൾ ഇത്രയും നാളത്തെ വലിയ ശാസ്ത്രീയമായ അപഗ്രഥനവും ഒക്കെ നടത്തിയിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എത്രയോ ചെറിയ അറിവിൻ്റെ ഒരു ചെറിയ അംശം മാത്രം കിട്ടിയിട്ട് മനുഷ്യൻ പറയുകയാണ് സ്വർഗമുണ്ടോ അറിയില്ല. കൃത്യതകൾക്ക് നമുക്ക് മറുപടിയില്ല. ഇത്ര ആപ്റ്റായിട്ടുള്ള രീതിയിൽ നാളെ വേണ്ട, ഒരു 15 വർഷം കഴിഞ്ഞിട്ടുള്ള സൂര്യഗ്രഹണം ഏത് ദിവസം ഏത് സമയം നടക്കും എന്ന് ശാസ്ത്രത്തിനറിയാം. അതിൻ്റെ അർത്ഥം ആ സമയത്ത് നടക്കുന്നു എങ്കിൽ അതൊരു കൃത്യമായ അപഗ്രഥനത്തോടുകൂടി നടത്തുന്ന ഒരു സംഭവം തന്നെയല്ലേ. യാദൃശ്ചികത എന്നുള്ളത് 15 വർഷത്തിന് ശേഷമുള്ള ഒരു സൂര്യഗ്രഹണത്തിൻ്റെ സമയവും അത് എവിടെ വിസിബിൾ ആകുമെന്നും എത്ര സമയം അന്തരീക്ഷത്തിൽ നിന്ന് മനുഷ്യനെ ഭൂമിയിൽ നിന്നാൽ കാണാൻ കഴിയുമെന്നും വിവേചിച്ചറിയാൻ ശാസ്ത്രത്തിന് ഇപ്പോൾ സാധിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറയപ്പെട്ട ആ സൂര്യഗ്രഹണവും സൂര്യൻ്റെ ചലനവും എല്ലാം പ്രീ ഡിറ്റർമൈൻഡ് അല്ലേ, മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന കൃത്യമായ അളവിലും തൂക്കത്തിലും കൃത്യമായ രീതിയിലല്ലേ അത് പോകുന്നത്. നിങ്ങൾ പറയുന്നത് ഇതെല്ലാം യാദൃച്ഛികമായിട്ടുണ്ടായതാണെങ്കിൽ യാദൃച്ഛികത അതിൻ്റെ കൂടപ്പിറപ്പാവണ്ടേ. 15 വർഷത്തിന് ശേഷമുള്ള സൂര്യഗ്രഹണം ഉണ്ടാവുകയില്ലോ ആർക്കറിയാം എന്നല്ലേ നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കളിയാക്കാനും നിരാകരിക്കാനും ഒക്കെ എളുപ്പമാണ്. കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുമുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ചിന്ത ഉണ്ടാക്കുക, നല്ലവരാകാനായിട്ടുള്ള പരിശ്രമം നടത്തുക. നന്ദി, നമസ്കാരം.